ഹലോ ഗായ്സ്, നമ്മളിന്ന് PSC പള്ളിക്കൂടം ജനറൽ സയൻസിൻ്റെ 5ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം 7ാം പാഠമാണ്. എനിക്ക് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റില്ല, അപ്പോൾ ഇന്ന് എല്ലാവരും ക്ലാസ് കാണുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 7ാം പാഠം തുടങ്ങുന്നത് ഇന്ദ്രിയജാലം. ഓക്കെ, അപ്പം ജീവികളും പ്രത്യേക കഴിവുകളുമാണ് പറയാൻ പോകുന്നത്. പരുന്തിൻ്റെ പ്രത്യേക അവയവം അത് കണ്ണാണ്. അത് ഭയങ്കര ദൂരെയുള്ള കാഴ്ച വരെ പരുന്തിന് കാണാൻ പറ്റും. ഓക്കെ, പൂമ്പാറ്റയുടെ അവയവം കാലുമാണ്. പ്രത്യേക കഴിവ് എന്ന് പറയുന്നത് രുചി അറിയാൻ. മുതലയുടെ അവയവം ത്വക്കാണ്. പ്രത്യേക കഴിവ് സ്പർശനശേഷി. നായയുടെ അവയവം ചെവിയാണ്. പ്രത്യേക കഴിവ് എന്നത് ശബ്ദ കൂർമ്മത. കരടിയുടെ അവയവം എന്നത് മൂക്കാണ്. പ്രത്യേക കഴിവ് എന്ന് പറയുന്നത് ഗന്ധമറിയാനുള്ള കഴിവാണ്. ഇനി ചുറ്റുപാടുകളെ മനസ്സിലാക്കാൻ മനുഷ്യരെ സഹായിക്കുന്ന അവയവങ്ങളും കഴിവുകളുമാണ് പറയാൻ പോകുന്നത്. കണ്ണ് കാഴ്ച, മൂക്ക് ഗന്ധം, നാവ് രുചി, ത്വക്ക് സ്പർശനം, ചെവി കേൾവി. ഇനി ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് ജീവികളെ സഹായിക്കുന്ന അവയവങ്ങളാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നിവയെല്ലാം മനുഷ്യരുടെ ജ്ഞാനേന്ദ്രിയങ്ങളാണ്. മനുഷ്യരുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ പഞ്ചേന്ദ്രിയങ്ങൾ എന്നും അറിയപ്പെടുന്നു. തലയുടെ മുൻവശത്ത് കണ്ണുകളുള്ള ജീവികളാണ് മനുഷ്യൻ, പൂച്ച, കടുവ, മൂങ്ങ. തലയുടെ മുൻവശത്ത് കണ്ണുകളുള്ള ജീവികൾക്ക് വസ്തുവിന്റെ സ്ഥാനവും അകലവും കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നു. കടുവ, സിംഹം തുടങ്ങി തലയുടെ മുൻവശത്ത് കണ്ണുകളുള്ള ജീവികൾക്ക് ഈ പ്രത്യേകത അവയെ ഇര പിടിക്കാൻ സഹായിക്കുന്നു. തലയുടെ വശങ്ങളിൽ കണ്ണുകളുള്ള ജീവികളാണ് കോഴി, താറാവ്, മാൻ, മുയൽ. തലയുടെ വശങ്ങളിൽ കണ്ണുകളുള്ള ജീവികൾക്ക് 2 വശങ്ങളിലുള്ള കാഴ്ചകൾ സാധ്യമാകുന്നു. മാൻ, മുയൽ തുടങ്ങിയവ ജീവികൾക്ക് ശത്രുക്കളിൽ നിന്ന് നേടാൻ 2 വശങ്ങളിലുമുള്ള കാഴ്ച സഹായിക്കുന്നു. ഒരേ സമയം കണ്ണുകളെ വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ച് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ കഴിയുന്ന ജീവിയാണ് മരയോന്ത്. അപ്പം ഒരേ സമയം കണ്ണുകളെ വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ച് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കുന്ന ജീവി ഏതാണ്? മരയോന്ത്. മൂങ്ങേനെ കുറിച്ച് പറയുകയാണെങ്കിൽ തലയുടെ നേരെ മുൻഭാഗത്ത് വലിയ കണ്ണുകളുള്ള പക്ഷിയാണ് മൂങ്ങ. ഓക്കെ, കഴുത്ത് പുറകോട്ട് തിരിച്ച് പുറകിലെ കാഴ്ചകൾ കാണുവാനും മൂങ്ങയ്ക്ക് സാധിക്കും. പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ ചുരുങ്ങിയും രാത്രിയിൽ പരമാവധി വികസിപ്പിച്ചും കാണപ്പെടുന്നു. നേരിയ വെളിച്ചത്തിൽ പോലും പൂച്ചയ്ക്ക് കാഴ്ച സാധ്യമാകും. പൂച്ചയുടെ കണ്ണുകളിലെ പ്രത്യേക തരം കോശങ്ങളുടെ പാളിയാണ് രാത്രിയിൽ അവയുടെ കണ്ണുകളെ തിളക്കത്തിന് കാരണം. രാത്രിയിൽ ഇര തേടുന്ന പല ജീവികളുടെയും കണ്ണുകൾക്ക് തിളക്കമുണ്ട്. ഓക്കെ, ഇനി അടുത്താണ് നേത്രരോഗങ്ങൾ. നേത്രാവരണത്തിലുണ്ടാകുന്ന അണുബാധയാണ് ചെങ്കണ്ണ്. മദ്രാസ് ഐ, പിങ്ക് ഐ എന്ന് ചെങ്കണ്ണ് അറിയപ്പെടുന്നു. ചെങ്കണ്ണിന്റെ ലക്ഷണങ്ങൾ: കണ്ണിൽ വേദന അനുഭവപ്പെടുന്നു, കണ്ണ് ചുവന്ന നിറത്തിലാകുന്നു, കണ്ണിൽ പഴുപ്പ്, വേദന, പനി ഇതൊക്കെ ഉണ്ടാവുന്നു. കുട്ടികൾക്കിടയിലാണ് ചെങ്കണ്ണ് വേഗത്തിൽ പടരുന്നത്. സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗമായതിനാൽ ചെങ്കണ്ണ് ബാധിച്ച രോഗി ഉപയോഗിച്ച വസ്തുക്കൾ സ്പർശിച്ചാൽ രോഗം പടരാൻ കാരണമാകും. അടുത്തതാണ് ഹ്രസ്വദൃഷ്ടി. അടുത്തുള്ള വസ്തുക്കൾ കാണുകയും ദൂരെയുള്ള വസ്തുക്കൾ ശരിയായി കാണാൻ സാധിക്കുന്ന അവസ്ഥയാണ് ഹ്രസ്വദൃഷ്ടി. നമുക്ക് അടുത്തുള്ള വസ്തുക്കൾ നമുക്ക് ശരിക്കും കാണും, പക്ഷെ ദൂരെയുള്ള വസ്തുക്കൾ കാണാൻ പറ്റില്ല. അതാണ് ഹ്രസ്വദൃഷ്ടി. നേത്രഗോളത്തിന്റെ നീളം കൂടുമ്പോൾ വസ്തുവിന്റെ പ്രതിബിംബം റെറ്റിനയ്ക്ക് മുന്നിൽ പതിക്കുന്നതാണ് ഹ്രസ്വദൃഷ്ടിക്ക് കാരണം. കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് ഇതിനൊരു പരിഹാരം കോൺകേവ് ലെൻസ് ആണ്. ദീർഘദൃഷ്ടി. ദൂരെയുള്ള വസ്തുക്കൾ കൃത്യമായി കാണുകയും അടുത്തുള്ള വസ്തുക്കളെ ശരിയായി കാണാൻ സാധിക്കുന്നതാണ് ദീർഘദൃഷ്ടി. നേത്രഗോളത്തിന്റെ നീളം കുറയുന്നത് മൂലം പ്രതിബിംബം റെറ്റിനയുടെ പിന്നിൽ പതിക്കുമ്പോഴാണ് ദീർഘദൃഷ്ടി ഉണ്ടാകുന്നത്. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് ഇതിന് പരിഹാരം കാണാം. അടുത്തതാണ് വിഷമദൃഷ്ടി. കോർണിയ, നേത്രം, ലെൻസ് എന്നിവയുടെ വക്രത മൂലം വസ്തുവിന്റെ പൂർണ്ണമല്ലാത്തതും കൃത്യമല്ലാത്തതുമായ പ്രതിബിംബം ഉണ്ടാകുന്ന അവസ്ഥ. വിഷമദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് സിലിണ്ടറിക്കൽ ലെൻസ്. തിമിരം. പ്രായം കൂടുമ്പോൾ കണ്ണിലെ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുന്ന അവസ്ഥ. ലോകത്ത് ആദ്യമായി തിമിര ശസ്ത്രക്രിയ നടത്തിയത് സുഷുത്രൻ. അടുത്തത് ലെൻസ് ചാർട്ട്. കാഴ്ചശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ചാർട്ടാണ് ലെൻസ് ചാർട്ട്.
സ്നെല്ലർ ചാർട്ട് കേട്ടോ. സ്റ്റെല്ലർ ചാർട്ടിൽ അക്ഷരങ്ങളോ അക്കങ്ങളോ ചിഹ്നങ്ങളോ വ്യത്യസ്ത വലിപ്പത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മുകളിൽ നിന്ന് താഴേക്ക് വരും തോറും വലിപ്പം കുറഞ്ഞു വരുന്ന രീതിയാണ് അക്ഷരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. സ്നെല്ലർ ചാർട്ട് ഉപയോഗിച്ച് കാഴ്ച പരിശോധിക്കാനുള്ള ദൂരപരിധി 6 മീറ്ററാണ്. ലോക്മാർ ചാർട്ട് എന്നറിയപ്പെടുന്ന സ്നെല്ലർ ചാർട്ടാണ്. സ്നെല്ലർ ചാർട്ട് തയ്യാറാക്കിയത് ഡച്ച് നേത്ര രോഗ വിദഗ്ധൻ ഹെർമൻ സ്നെല്ലറാണ്. ഇനി അന്ധരായ ആളുകൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വെളുത്ത വടിയാണ് വൈറ്റ് കെയിൻ. അന്ധരായ ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി സമ്പ്രദായമാണ് ബ്രെയിൻ ലിപി. കാഴ്ചയ്ക്ക് വെല്ലുവിളി നേരിടുന്നവർക്ക് സഹായകമായ സംവിധാനങ്ങളാണ് ഓർബിറ്റ് റീഡർ, ടാക്ടൈൽ കീബോർഡ്, ടോക്ക് ബാക്ക് ആപ്പ്, ബ്രെയിലെറ്റ് ബോക്സ്, ഡിജിറ്റൽ ബ്രെയിൻ സ്ലേറ്റ്, ടാക്ടൈൽ വാച്ച്, ലുക്കൗട്ട് ആപ്പ്, ജോസ്, സ്മാർട്ട് കെയിൻ, വൈറ്റ് കെയിൻ. ഇനി സ്മാർട്ട് കെയിൻ്റെ ഉപയോഗങ്ങളാണ് പറയാൻ പോകുന്നത്. വഴി കണ്ടെത്താൻ, കൂടുതൽ എളുപ്പത്തിൽ വഴി കണ്ടെത്താൻ സഹായിക്കുന്നു. തടസ്സം കണ്ടെത്താൻ അൾട്രാസോണിക് ഇൻഫ്രാറെഡ് സെൻസറുകളിൽ ഉപയോഗിച്ച് തത്സമയം തടസ്സങ്ങൾ കണ്ടെത്താനാകും. കണക്ടിവിറ്റി, സ്മാർട്ട് കെയിനുകൾക്ക് ബ്ലൂടൂത്ത് വഴി സ്മാർട്ട് ഫോണുകളിലൂടെ മറ്റ് ഉപകരണങ്ങളിലേക്ക് കണക്ട് ചെയ്യാനാകും. വീഴ്ച കണ്ടെത്താനായിട്ട് താഴെ വീഴുകയും എഴുന്നേൽക്കാൻ കഴിയാതെ വരികയും ചെയ്താൽ ബന്ധപ്പെട്ടവരെ വിവരമറിയിക്കുന്നു. വ്യക്തിഗത ക്രമീകരിക്കുന്ന ഉയരം, വ്യത്യസ്ത ഹാൻഡിൽ ഗ്രിപ്പുകൾ, വിവിധ സെൻസറി ഫീഡ്ബാക്ക് ക്രമീകരണങ്ങൾ. ദത്തശേഖരണം, യാത്ര ചെയ്ത ദൂരം, നടത്ത വേഗത, നേരിടുന്ന തടസ്സങ്ങളുടെ വിവരങ്ങൾ എന്നിവയുടെ ശേഖരിക്കാൻ ഇവ